everyone, welcome back to my channel ആതിര അരവിന്ദ് യൂട്യൂബ് ചാനൽ. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തന്നിരുന്നു റെഗുലറായിട്ട് ഇനി വീഡിയോ ഇടുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റിക്വസ്റ്റൊക്കെ കിട്ടിയായിരുന്നു എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ എങ്ങനെയാണ്, എന്താണ്, ഞാൻ ഹെയർ കെയർ ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ഹെയർ കെയർ സീരീസ് ചെയ്യാമെന്ന്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് മുടി കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒത്തിരി ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ചില കുട്ടി കുട്ടി കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊരു ഹെയർ കെയർ സീരീസ് ആയിട്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പോൾ ഹെയർ കെയർ സീരീസിൽ ഓരോരോ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഏതാണ്, എന്തൊക്കെ ഹെയർ കെയർ ആണ്, ഞാൻ ഹോം റെമഡീസ് എന്തൊക്കെ എടുക്കാറുണ്ട്, അതുപോലെ എൻ്റെ മുടിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് ഗെറ്റിംഗ് എനി ഡിലേ വിൽ ഗെറ്റ് സ്റ്റാർട്ട് ഇൻ ടു ദ വീഡിയോ. My hair care tips series hair care routine episode number 1. സോ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഹൗ ഐ ആം ഡീടാംഗ്ലിങ് മൈ ഹെയർ എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് വീഡിയോ. ആക്ച്വലി ഇത് വലിയ വീഡിയോ ഒന്നുമല്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ്. മിക്കവർക്കും ഡീടാങ്കിൾ ചെയ്യാനൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് അത് കാണിച്ചു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ഫസ്റ്റ് വീഡിയോ എന്ന നിലയിൽ ലൈക്ക് ബേസിക് സ്റ്റെപ്സ്, ഞാൻ എന്തൊക്കെ എൻ്റെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് കേട്ടോ ഞാൻ ഇത് കാണിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ എൻ്റെ മുടീനെ പറ്റി ഞാനൊന്ന് പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ലോങ് ഹെയർ ആണ്. ഈ ലോങ് ഹെയർ പെട്ടെന്നുണ്ടായതല്ല, ചെറുപ്പം തൊട്ടേ ലോങ് ഹെയർ ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങിയത് ഒരു 9th 10th ഒക്കെ ആയപ്പോഴാണ്. കാരണം എനിക്ക് എല്ലാവരെക്കാളും കൂടുതൽ മുടി ഉണ്ട് എന്ന് എനിക്ക് തന്നെ ഒരു റിയലൈസേഷൻ വന്നു. കാരണം എല്ലാവരും പറയാൻ തുടങ്ങി അതിൽ യു ഹാവ് എ ലോങ് ഹെയർ. എൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ തന്നെ ആയി മാറി. ലൈക്ക് ഓക്കെ, ആ മുടിയുള്ള കൊച്ച്, ആ മുടി നീണ്ട കൊച്ച്, കുറേ മുടിയുള്ള കൊച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ. ലൈക്ക് ആൾക്കാരിപ്പോൾ വേറെ ക്ലാസ്സിലെ ഒക്കെ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മാർക്കായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി എക്സാജറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മുടി അങ്ങനെ വെട്ടി വിടാത്ത ഒരാളായിരുന്നു. വെട്ടി ഇൻ ദ സെൻസ് ലൈക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ കുഞ്ഞിലെയൊക്കെ മുടി അങ്ങനെ വെട്ടി കളയൂലേ കുഞ്ഞു പിള്ളേരുടെ. അപ്പം ഞാനങ്ങനെ വെട്ടാതിരുന്ന് തന്നെയാണ് എനിക്ക് മുടി അത്യാവശ്യം നീളം വെച്ചത്. അപ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 8th സ്റ്റാൻഡേർഡ് വരെ മുടി വെട്ടാതെ തന്നെ അതങ്ങ് നീണ്ടു. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഓയിലൊക്കെ ചെയ്തിരുന്നു. അന്ന് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത് ധാത്രി ഹെയർ കെയർ ആണ് കേട്ടോ. അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ധാത്രി ഹെയർ കെയർ ഓയിലാണ് യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് നല്ല മുടി കിട്ടിയതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്കറിയത്തില്ല അതുകൊണ്ടാണോ എന്ന്. പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു റീസൺ ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അത്യാവശ്യം 8th സ്റ്റാൻഡേർഡ് ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കയറ്റി തന്നെ കട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ വെച്ചിട്ട് ഒരു വേസ്റ്റ് റീജിയനിൽ വെച്ചിട്ട് കട്ട് ചെയ്തു. അപ്പം തന്നെ ഓർക്കണം, അതിനും താഴെ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം 3rd സ്റ്റാൻഡേർഡ് തൊട്ട് 8th സ്റ്റാൻഡേർഡ് വരെ വെട്ടാതിരുന്നപ്പോൾ അത്രയായി. പിന്നെയും വെട്ടാതിരുന്നിട്ട് അറ്റം മാത്രം സ്പ്ലിറ്റ് എൻഡ്സ് മാത്രം കട്ട് ചെയ്തങ്ങ് വിടുമായിരുന്നു. അപ്പോൾ ഒരു 10th +1 ഒക്കെ ആയപ്പോഴേക്കും താഴെ വരെ നമ്മുടെ ബാക്ക് സൈഡ് മറിഞ്ഞു കിടക്കുന്ന അത്രയും ലെങ്ത് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഉള്ളുള്ള മുടി എന്ന് വെച്ചാൽ ഭയങ്കര ഉള്ളെന്നല്ല, പക്ഷേ ഒരു അത്യാവശ്യം നമുക്ക് കാണുമ്പോഴത്തേക്കും ചുമ്മാ നൂല് പോലെ നീളം മാത്രമല്ലാതെ ഒരു അത്യാവശ്യം ഒരു വോളിയം ഒക്കെ ഉള്ള ഒരു നൈസ് മുടിയായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി അങ്ങനെ ആയി തുടങ്ങിയത്. അതുപോലെ പിന്നെയൊക്കെ ഇടുവാണെങ്കിൽ തന്നെ നമുക്ക് 2ആയിട്ട് പിന്നെ ഇടണമായിരുന്നു. ഒരു സൈഡിൽ തന്നെ അത്യാവശ്യം കുറച്ച് മുടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡ് ഫുള്ള് കെട്ടുമ്പോഴാണ് എനിക്ക് ഒരു സൈഡിലുണ്ടായിരുന്ന മുടി ഫുള്ള് കെട്ടുമ്പോഴാണ് പിന്നീട് ഉണ്ടായിരുന്നത് മുടി പൊഴിയുന്നത് കൊണ്ട്. അപ്പോൾ അതാണ് എനിക്ക് നല്ല നീളമുള്ള മുടിയാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ മുടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള മുടിയാണ്. നോക്കാം അല്ലേ, മുടിയുടെ കോലമൊന്നും നോക്കല്ലേ, കണ്ടോ, അത്യാവശ്യം ലെങ്ത്തുള്ള മുടിയാണ്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് വെട്ടിക്കളയാതെ കുറയത്തില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് കുറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വോളിയം, അതുപോലെ തന്നെ നമ്മുടെ തിക്നെസ്, പിന്നെ അതൊക്കെയാണ് കുറയുന്നത്. മുടി പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യാറ്. അല്ലാതെ ലെങ്ത്തിന് അങ്ങനെ നമ്മൾ കാര്യമായിട്ട് അത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ലെങ്ത്തിന് കുറവൊന്നും വരില്ല. അപ്പോൾ ആൾക്കാർ മുടിയുടെ ലെങ്ത്ത് കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ
എന്താ പറയുക, ഇതുപോലെ അവർക്ക് മുടി കൊഴിച്ചിൽ വരുമ്പോഴേക്കും അറ്റം വരുമ്പോൾ ഇങ്ങനെ നീളമുള്ള പോലെയൊക്കെ ഇങ്ങനെ എന്താ പറയുക വാല് പോലെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര അഭംഗിയായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ആൾക്കാർ വെട്ടിക്കളയുന്നത്. അല്ലാതെ നമുക്ക് മുടിക്ക് നീളം അല്ലാതെ നോർമലി നീളം കുറയത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അടുത്ത എൻ്റെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളൊരു മുടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഉണങ്ങിപ്പോയി അങ്ങനെ കിടക്കുന്ന ഒരു മുടിയാണ്. അപ്പോൾ അത്യാവശ്യം എപ്പോഴും നമ്മൾ നല്ല കെയർ കൊടുത്തില്ലെങ്കിൽ അത് നശിച്ചു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പം മൊത്തത്തിലുള്ള എൻ്റെ ബോഡി എന്ന് പറയുന്നത് ഡ്രൈ ആണ്. മുഖം ഫുള്ള് ഡ്രൈനെസ് ആണ്, ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്, അതുപോലെ തന്നെ ഹെയറും ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഡാൻഡ്രഫും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മുടിയുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ഫ്രിസിനെസ് തന്നെയാണ്. ലൈക്ക് ഫ്രിസിനെസ് ഉള്ളതുകൊണ്ട് കുറച്ച് വോളിയം തോന്നുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഫ്രിസിനെസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഡാൻഡ്രഫ് അത്യാവശ്യം ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഹെയർ കെയർ സീരീസിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രിസിനെസ് കുറയ്ക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു, പിന്നെ എൻ്റെ ഡാൻഡ്രഫ് എങ്ങനെയാണ് ഞാൻ കുറയ്ക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഹെയർ കെയർ സീരീസിലൂടെ നിങ്ങളെ കാണാൻ പോകുന്നത്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹൗ ഐ ഡീടാങ്കിൾ മൈ ഹെയർ. അപ്പം ഫ്രിസിനെസ് ആയതുകൊണ്ട് തന്നെ ഒരു കുറച്ച് സമയം പോലും അഴിച്ച് ഇങ്ങനെ എന്താ പറയുക നമുക്ക് സ്റ്റൈൽ ചെയ്തൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് ജട കിട്ടും, മുടിയുടെ കംപ്ലീറ്റ് ഇത് മാറും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡീടാങ്കിളിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് വേണം. ഏതെങ്കിലും ഒരു നല്ല സീറം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു നറിഷിങ് സീറമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അർഗൻ പ്ലസ് ഷിയ ബട്ടറിൻ്റെ ലൈവോണിൻ്റെ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് സ്യൂട്ടാവുന്ന ഏത് സീറം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് സിറം വേണമെങ്കിലും യൂസ് ചെയ്യാം. സിറം ഇല്ലാണ്ട് പറ്റത്തില്ല. കാരണം നമ്മൾ എണ്ണ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ എണ്ണ നമ്മുടെ മുടിനെ കുറച്ചുകൂടെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിക്കും. അപ്പം നമുക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാവും ഇത് ഡീടാങ്കിൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ സിറം യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഫ്രിസിനെസ് മാറ്റുകയും ചെയ്യും, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ പല്ലകലമുള്ള ഒരു ചീപ്പാണ് കേട്ടോ വേണ്ടത്. ഒരു കോമ്പ് ലൈക്ക് നമുക്ക് വുഡിൻ്റെ ഒക്കെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കുറച്ചുകൂടെ വിത്ത് കൂടുതലുള്ള ചീപ്പാണെങ്കിലും നല്ലതാണ്. ഇതിപ്പോൾ എൻ്റെ ഇതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ അപ്പം ഇതുപോലെ ഫ്രിസിനെസ്സും അതുപോലെ ലെങ്ത്തും ഉള്ള ഹെയർ ഡീടാങ്കിൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ പല്ലകലമുള്ള കോമ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു സീറം എടുക്കുക. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയർ ഡീടാങ്കിൾ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഇങ്ങനെ എടുക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇത് രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പം തന്നെ നിങ്ങൾക്ക് ചെട കാണാം, കണ്ടില്ലേ? നല്ല പാടാണ് വിട്ട് വരാൻ, കണ്ടോ? ഇവിടെ ചെടയാണ് ആ കെട്ടിക്കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഇടുക. അതിന് ശേഷം ഒരു വൺ സൈഡ് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കണം. അല്ലെ നമ്മൾ ഒരു സൈഡ് ചെയ്യുമ്പോൾ മറ്റേ സൈഡ് ഇങ്ങനെ ഡിസ്റ്റർബ് ആവും. സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പുഷോ ക്ലിപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മാത്രമാണ് പണി ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടില്ലേ? ഫുള്ള് ഫ്രിസിയാണ്. ഇതൊക്കെ നിങ്ങൾ ഈ കാണുന്ന എല്ലാം ചെടയാണ്. ഓക്കെ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം കുറച്ച് സമയം എടുക്കും, ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സീറം എടുത്തിട്ട് അത്യാവശ്യം ഓക്കെ, ഇനി റിങ് ഒന്ന് മാറ്റി വെക്കട്ടെ, ഡിസ്റ്റർബ്ഡാവും. കണ്ടില്ലേ? എന്നിട്ട് ഇങ്ങനെ സീറം നിങ്ങൾക്ക് മേളിൽ നിന്ന് ഇങ്ങനെ ചെയ്യാം. കൈകൊണ്ട് തന്നെ കണ്ടോ, ഈ ഒരു പോർഷനിലൊക്കെ ഉള്ളത് നമുക്ക് കൈകൊണ്ട് തന്നെ, കുഞ്ഞു കുഞ്ഞു ചെടയൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് തന്നെ എടുക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരും കേട്ടോ.
ഇത് ഇച്ചിരി വലിയ ജടയാണ്, കെട്ട് പിണഞ്ഞ് കിടക്കണം, അതൊന്നും വരില്ല. അല്ലാണ്ട് നമുക്ക് ഒട്ടിക്കിടക്കുന്ന ചില മുടിയുടെയൊക്കെ ജട ഇപ്പം തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ വിട്ടു വരാൻ പറ്റും. പിന്നെ നമുക്ക് കൂടുതൽ ജട കൂടുതൽ ഉണ്ട് എന്ന് തോന്നുന്ന ഭാഗത്ത് നമുക്കിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും അവിടെ വേണം, അത്രയും ക്വാണ്ടിറ്റി സീറം അവിടെ വേണം, എന്നാലേ അത് വിട്ടു വരുള്ളൂ. പിന്നെ ഇതുണ്ടല്ലേ, ഈ ഒരു പോർഷനിലും അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് അതിങ്ങനെ വിട്ടു വരുമോ എന്നൊന്ന് നോക്കുക. വിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അറ്റത്ത് കുറച്ചിടുക, കാരണം ഇവിടെ സ്പ്ലിറ്റൻസും അതുപോലെ തന്നെ ഫ്രിസിനെസ്സും കൂടുതലായിരിക്കും അറ്റത്തോട്ട് വരുമ്പോൾ. അപ്പോൾ അവിടെ കുറച്ച് തേക്കുക. സോ അത്യാവശ്യം ഇത്രയും മതി നമുക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ സീറം കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഞാൻ പറഞ്ഞ പോലെ പല്ലകലുള്ള ഒരു ചീപ്പ് എടുത്തിട്ട്, ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മേലേന്ന് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് ചെടയാവുമ്പോൾ നിങ്ങൾക്ക് മുടി പൊട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഒരിക്കലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യില്ല ചെട കളയാൻ. അപ്പം ഫുൾ ആ മുടി കംപ്ലീറ്റ്ലി ലെങ്ത്ത് സഹിതം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചെട കളയുമ്പോൾ നമ്മൾ ഡീടാങ്കിൾ ചെയ്യുമ്പോൾ എപ്പോഴും അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ ആദ്യം ഡീടാങ്കിൾ ചെയ്ത് കളയാം. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുടി ഇങ്ങനെ നമ്മുടെ കയ്യിലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കയ്യിലോട്ട് ഇങ്ങനെ ചീകി കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യാം. പെട്ടെന്ന് തന്നെ വിട്ടുവരും. ഇപ്പം കണ്ടില്ലേ, ഇത്രയും ഭാഗത്തെ ചെട കംപ്ലീറ്റ്ലി പോയി. ഓക്കെ, എൻ്റെ ഹെയർ ട്രീറ്റഡ് ഹെയർ ആണ് കേട്ടോ, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. 2 തവണ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആണ്. അപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്, എവിടെയാണ് ചെയ്തത് എല്ലാം പറയാം കേട്ടോ ഇനിയുള്ള വീഡിയോസിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, അടുത്ത കുറച്ചുകൂടെ പോർഷൻ എടുക്കാം, കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയെടുക്കാം. എന്നിട്ട് വീണ്ടും അതേപോലെ കണ്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ടോ ഇവിടെ ഒരു ബ്ലോക്ക് വന്നത്. അപ്പോൾ അത് ചെടയാണ് അവിടെ ഉള്ളത്. അപ്പം ഇതിങ്ങനെ പതിയെ വിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അഡ്വാൻറ്റേജ്, നമുക്ക് മുടി അധികം ഡാമേജ് വരാതെ തന്നെ ഡീറ്റാങ്കിൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുന്നേ ചെയ്യുമ്പോൾ എന്താ പറ്റുക, അത്രയും പോർഷൻ അങ്ങ് നമുക്ക് പൊട്ടിപ്പോവും മുടി. അപ്പോൾ വോളിയവും കുറയും, ലെങ്ത്തും കുറയും. കണ്ടില്ലേ, അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ എൻ്റെ ഇത്രയും ഭാഗത്ത് മുടി ഞാൻ ഡീറ്റാങ്കിൾ ചെയ്ത് നന്നാക്കി. ഓക്കെ, ഇനി അടുത്ത പോർഷൻ എടുക്കാം. മേലോട്ട് വരുംതോറും കുറച്ച് പാട് കൂടും, ലൈക്ക് ടാങ്കിൾസും കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഇത്രയും ചെയ്തു. ഇനി ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ ടാങ്കിൾസ് ഉണ്ട്, അത് ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും ഇതുപോലെ കയ്യിൽ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾ കയ്യിലോട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, കെട്ട് പിണഞ്ഞ് കിടക്കുകയാണെങ്കിൽ കൈ കൊണ്ട് തന്നെ അത് എടുത്ത് മാറ്റി വിടണം കേട്ടോ. ഇങ്ങനെ താഴോട്ട്. അപ്പം നമ്മൾ നേരത്തെ താഴത്തെ മുടിയുടെ ചെട കളഞ്ഞെങ്കിലും മേളത്തെ ചീകി വരുമ്പോൾ വീണ്ടും താഴെ ചെട കിട്ടും, കണ്ടോ ഇങ്ങനെ. അപ്പോൾ ആ താഴെയും വീണ്ടും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ വീണ്ടും കളയുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ചെട പോയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ബ്ലോക്ക് മാറി. നിങ്ങൾ നേരത്തെ ബ്ലോക്ക് കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ ഈ ബ്ലോക്കില്ല. ഡിഫറൻസ് മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തലയോട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ടാങ്കിൾസ് കിട്ടും, ഇടയ്ക്കും പഴയ്ക്കൊക്കെ ഉണ്ടാവും, അത് നമ്മൾ പിന്നെയും ക്ലിയർ ചെയ്യുക. കണ്ടില്ലേ, ഇത്രയും ഭാഗത്ത് ഹെയർ നന്നായിട്ട്
യെസ്, ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ഇത്രയും ഭാഗത്തെ ഹെയർ നന്നായിട്ട് ജട പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കളഞ്ഞ ഭാഗം ഇതേപോലെ നന്നായിട്ട് സെക്യൂർ ചെയ്യാൻ വെക്കാം. ഓക്കെ, അതുപോലെ എന്തെങ്കിലും ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി ഈ ഭാഗം ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇപ്പോൾ നല്ല ക്ലിയർ ആക്കിയിട്ടോ, ടാങ്കിൾസ് ഒന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ്ലി ക്ലിയറായി. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. യെസ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത് വെച്ചതും കൂടി എടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഒന്നിച്ചിടാം. അപ്പോൾ ഏകദേശം ടാങ്കിൾസ് ഒന്നും ഇല്ലാത്ത നല്ല ഹെയറാണ്, അതുകൊണ്ട് നമുക്കിനി ഇത് ഒന്നിച്ചിടുന്നതിന് പ്രശ്നമില്ല. എന്നിട്ട് നമ്മൾ സെയിം ഈ ഒരു ചീപ്പ് ഉപയോഗിച്ച് കണ്ടോ ഇതേപോലെ ഒന്നിച്ചിട്ടിട്ട് മൊത്തത്തിൽ ഇതുപോലെ ചെട കളയും. അപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ടായിട്ട് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ചെട ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്യാൻ നോക്കിയപ്പം കാണാമായിരുന്നു കുറേ ചെടയും കുറേ പൊട്ടലും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ മുടി സെക്യൂർഡായി. ഓക്കെ, യെസ്, നൈസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമൽ ഷീപ്പ്, നമ്മൾ ഏതാണോ സ്റ്റൈൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഷീപ്പ് എടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് പതിലകലം കുറവുള്ള ഷീപ്പായിരിക്കും. അപ്പോൾ മറ്റേതിൽ കിട്ടാത്ത കുഞ്ഞു കുഞ്ഞു ടാങ്കിൾസ് മേ ബി നമ്മുടെ തലയിലുണ്ടാവും, അത് ഇത് വെച്ച് കളയുക. ഫസ്റ്റ് തന്നെ ഇത് യൂസ് ചെയ്താൽ ഫുള്ള് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഉദ്ദേശമൊന്നും നടക്കത്തില്ല, ടാങ്കിൾസ് ഒന്നും ഡീടാങ്കിൾ ആവില്ല, മുടിക്കും ഡാമേജാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഫേസിൽ വേണം നമ്മൾ ഈ ഒരു ചീപ്പ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഡയറക്റ്റിൽ ഫുൾ എടുത്ത് തന്നെ ഫുൾ വോളി എടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, കണ്ടോ? യാ, ചെറുതായിട്ട് താഴ്വശത്ത് കണ്ടോ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ചെറിയ ടാങ്കിൾസ് ആണ്, അത് ആ മറ്റ് ചീപ്പിൽ നമുക്ക് കിട്ടാഞ്ഞത്. അപ്പം അത് പതി ഇങ്ങനെ നല്ല കെയർ കൊടുത്ത് കളയുക, വലിച്ചു പൊട്ടിക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഇതുണ്ടോ ഈ ഒരു പോർഷനിലുണ്ടോ ഇവിടെയാണ് ഒരു കെട്ട് പോലെ കിടക്കുകയാണ്, അത് ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് എടുത്തു വിടാം. ഓക്കെ, യെസ്. ഇനി ഒന്നുകൂടെ നോക്കാം എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഓക്കെ, ഇവിടെ ചെറുതായിട്ടുണ്ട് കേട്ടോ, അതുകൂടെ നമുക്കിങ്ങനെ എടുത്തെടുത്ത് വിടാം.
ചിലപ്പോൾ ഏതെങ്കിലും പൊഴിഞ്ഞ മുടി അവിടെ തങ്ങി നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വിട്ട് വിട്ട് വരും. ഓക്കെ, യെസ്. സോ ചെട പിടിച്ച് മോശമായിട്ട് ഡാമേജ് ആയിട്ട് കിടന്ന നമ്മുടെ മുടി നമ്മൾ എത്ര നേരം എടുത്തു? ഒരു 10-15 മിനിറ്റിനുള്ളിൽ സെറ്റാക്കി എടുത്തു. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്, ഈ ഒരു സിറമാണ്. അതുകൊണ്ടാണ് ഇത്രയും വിട്ട് വന്നത്. ഞാനിപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് ചെയ്യാൻ പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഓക്കെ, പിന്നെ വലിയ മുടിയൊന്നും പൊഴിഞ്ഞിട്ടില്ല. സാധാരണ ഞാൻ ചീകുമ്പോഴാണ് കുറേ മുടി പൊഴിയാറുള്ളത്. ഇപ്പം എനിക്ക് മുടി പൊഴിച്ച് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പം ഞാൻ അതിനൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. കണ്ടോ, ഇത്രയും മുടിയെ ഇപ്പം നമുക്ക് പോയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡീടാങ്കിളിങ് ഹെയർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പോലത്തെ ഒരു ഫ്രിസി ലോങ് ഹെയർ എങ്ങനെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഡീടാങ്കിൾ ചെയ്ത് നല്ല എന്താ പറയുക കിടലിനാക്കാമെന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞി വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇതാണ് ഫസ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ ഓഫ് ദിസ് സീരീസ്, എൻ്റെ ഹെയർ കെയർ സീരീസ്. സോ ഞാൻ ഒട്ടും ഡിലേ ആക്കാണ്ട് പെട്ടെന്ന് അടുത്തടുത്ത ഹെയർ കെയർ സീരീസ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സ് കാര്യങ്ങൾ, കുറച്ച് റെമഡീസ്, ഹോം റെമഡീസ്, അതുപോലെ തന്നെ കുറച്ച് പ്രോഡക്ട്സ് എല്ലാം പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സീരീസ്, ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിച്ചുകൊണ്ട് ഐ ആം വൈൻഡിങ് അപ്പ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ഇതുപോലത്തെ ഹെയർ കെയർ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ദയവ് ചെയ്ത് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ആതിര സൈനിങ് ഓഫ്. ബൈ ബൈ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.